ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ പോയിന്റ് Q, the length of tangent to a circle is 24 centimeter and distance of Q from the center is 25. The radius of the circle is. നമുക്ക് റഫായിട്ടൊന്ന് പിക്ചർ വരച്ച് നോക്കാം അല്ലേ. ഒരു സർക്കിൾ ഉണ്ട്. ഫ്രം എ പോയിന്റ് Q, the length of tangent is 24. ഒരു Q എന്ന് പറഞ്ഞൊരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ഇവിടുന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് അതെത്രയാണ്? 24 സെൻറ്റിമീറ്റർ ആണ്. ഈ പോയിന്റിന് വല്ല പി എന്നങ്ങാനും പേര് കൊടുക്കുക അല്ലേ. അപ്പോൾ ഫ്രം Q, the length of tangent is 24 and the distance of Q from the center. ഇവിടെ ആയിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ട് OQ എത്രയാണെന്നാണ് പറയുന്നത്? 25 സെൻറ്റിമീറ്റർ. OQ 25 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താണ്? ഈ OP റേഡിയസ് ആണെന്ന് അറിയാമല്ലോ. ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാമല്ലോ. ടാൻജൻറ്റ് OP ആയിട്ട് 90 ഡിഗ്രി ഉണ്ടാക്കും നമുക്കറിയാം. അപ്പോൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ നമുക്ക് റേഡിയസ് കിട്ടും. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പർടെന്യൂസ് 25 ആണ്. കാരണം 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡ് 25 ആയതുകൊണ്ട്. പൈതഗോറസ് തിയറം പ്രകാരം ഹൈപ്പർടെന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് അതർ സൈഡ്സ്. ഹൈപ്പർടെന്യൂസിൻ്റെ സ്ക്വയർ മറ്റ് രണ്ട് സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് പൈതഗോറസ് തിയറം. അപ്പോൾ 625 അറിയാമല്ലോ. 25 സ്ക്വയർ 24 സ്ക്വയർ 576 പ്ലസ് R സ്ക്വയർ എന്ന് വരും. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ R സ്ക്വയർ ഈക്വൽ ടു 625 മൈനസ് 576 കിട്ടും. അറിയാമല്ലോ, എളുപ്പമല്ലേ. ദാറ്റ് ഈസ് 49 കിട്ടും. R സ്ക്വയർ 49 ആണെങ്കിൽ R എന്താണെന്ന് അറിയാമോ? R 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ റേഡിയസ് ഈസ് 7 സെൻറ്റിമീറ്റർ.